ഇതിപ്പോ ഒന്നും എടുക്കൂലല്ലോ. ചെമ്മീനിട്ട് നെയ്ച്ചോറ് അല്ലേ. ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചെമ്മീനും അതുപോലെ സൂതിയൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അത് ഏതായാലും പൊരിച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കണം. അപ്പോൾ അതാ നെയ്ച്ചോറിന് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, അത് അടുപ്പത്ത് വെച്ചിരിക്കണു. പിന്നെ അത് അരിയും അവിടെ അങ്ങനെ അളന്ന് വെച്ചിരിക്കണം കേട്ടോ. അത് കഴുകാനും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, ഇവിടെ നിന്ന് നല്ല മഴയാണ്. അപ്പം ഏതായാലും നമുക്ക് മീൻ നേരാക്കാം. അപ്പോൾ അതാ മീൻ ഞാനും തൻവിയും കൂടി അങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തൻവി അതിൻ്റെ അങ്ങനെ തൊലി കളഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. അപ്പം പിന്നെ വേഗം ആകാൻ വേണ്ടി പിന്നെ ഞാനും അതിൻ്റെ ഒപ്പം വേഗം നന്നാക്കാൻ കൂടി കേട്ടോ. പിന്നെ ഉമ്മ അവിടെ ഇതാ ചോറ് വെക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതാ സൂത നന്നാക്കാണ്ട്. അപ്പം ഉമ്മ ചെമ്മീൻ നിങ്ങൾ നന്നായിക്കോളി, സൂത ഉമ്മ നന്നാക്കാമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും വേഗം നന്നാക്കി എടുക്കട്ടെ വിചാരിച്ചു. ഉമ്മ പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ കുക്കറിൽ ഇങ്ങനെ നെയ്യൊക്കെ പറന്ന് അതിൽ മറ്റേ ഉള്ളി, ക്യാരറ്റ്, ഏലക്കായ അങ്ങനെയുള്ളതൊക്കെ വാട്ടിയെടുത്തുക്കണം കേട്ടോ. അവിടെ റെഡിയാക്കിയിട്ട് അമ്മ വെള്ളമൊക്കെ വെള്ളമൊക്കെ അളന്ന് ഇവിടെ കുക്കറിൽ തിളക്കാൻ വേണ്ടി റെഡിയായി വെച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് തിളക്കുന്നതോടെ അരി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഉമ്മ അതവിടെ അരി കഴുകി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഇങ്ങനെ കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കണം ഉമ്മ. നിനക്ക് നോക്ക് ചിരിച്ച ഏ വാട്ടിക്ക ഇടി പൊട്ടണോ അതെ. അങ്ങനെ ഇതാ ഞാനും തൻവിയും കൂടി ഇതവിടെ ചെമ്മീൻ നന്നായിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ തൻവിക്ക് ഒറ്റയ്ക്ക് നന്നാക്കി നടക്കണില്ല. അപ്പോൾ നന്നാക്കും ചെയ്യാൻ വേസ്റ്റും കളയാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നന്നാക്കിയിട്ട് വേഗം ആവണില്ല കേട്ടോ. അപ്പോൾ ഞാനും കൂടി വേഗം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അത് വേണ്ടതായി സൂത നന്നാക്കാനുണ്ടാകും, ഉമ്മ നന്നാക്കാമെന്ന് പറഞ്ഞേക്കണു. പിന്നെ അങ്ങനെ ഇത് നമ്മൾ ഒരുവിധമൊക്കെ ഇങ്ങനെ ചെമ്മീൻ ഇവിടെ നന്നാക്കൽ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതമ്മ ഇവിടെ വെള്ളം തിളച്ചപ്പോൾ ഇതമ്മ അരി ഇടുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിനുള്ള അരി ഇടുകയാണ്. നമ്മൾ കുക്കറിലാട്ടോ നെയ്ച്ചോറ് വെക്കണം, അതുകൊണ്ട് വേഗം ആയി കിട്ടും. ഗ്യാസും കൂടി ആയതുകൊണ്ട് നമുക്ക് കുക്കറിൽ വെക്കുകയാണ് എളുപ്പം കേട്ടോ. പിന്നെ അതാ നമ്മളെ ചെമ്മീനൊക്കെ ഇവിടെ നന്നാക്കി കഴിഞ്ഞു, അതിന് അങ്ങനെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു 2-3 പ്രാവശ്യം കൂടി നമുക്ക് കഴുകിയിട്ട് അതിന് ശേഷം നമുക്ക് ഇനി ഇതിൽ മസാല തേക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീൻ നന്നാക്കുമ്പോഴൊക്കെ കൂടുതലുണ്ട്, പിന്നെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ പോയപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ മഞ്ഞപ്പൊടി ഇട്ടുക്കണു. എൻ്റെ അടുത്ത് വീഡിയോ മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്. നമുക്ക് സൂതമീൻ അവിടെ നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് കേട്ടോ, മുളക്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ചോറൊരു കൂട്ടല്ലേ, നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്തൊക്കെ ഇട്ടതില് മഞ്ഞൾ, മുളകുപൊടി, ഉപ്പ്, ചതച്ചതും. പിന്നെ കൂടെ യമാന ഫോണിലാണ്. എന്ത് രസം. ഇതിലുമ്പോ മുളക് പൊടി അളക്കരുത്. ഈ ഫോണോ തുറന്നെ. നമ്മളെ ചെമ്മീൻ മസാല തേച്ചത് റെഡി. ഇഞ്ചി വെളുത്തുള്ളി. ആരെ ഉപ്പ് കട്ടെടുക്കണ? ആരടി ഉപ്പ് എടുക്കണ? ഉപ്പ് കട്ട് തിന്നാണ് കേട്ടോ. കുപ്പായ തിരിച്ചിട്ടെടുക്കണേ. ഉപ്പ് കട്ട് തിന്നാ. ചെമ്മീൻ ഇവിടെ മസാല തേച്ച് വെച്ചോളൂ കേട്ടോ. വെച്ചോളൂ. സൂതമീൻ ഇവിടെ അമ്മ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ ഞാനും തൻവിയും കൂടി നേരാക്കിട്ടോ. അവിടെ അങ്ങനെ മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ മീനിൽ മസാലയൊക്കെ കുടിക്കാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻവി അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ മീനും നമുക്ക് പൊരിക്കാൻ അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചുക്കണം ഉമ്മ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിവിടെ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീനും നെയ്ച്ചോറുമാണ് കേട്ടോ ഇന്നത്തെ സൂതമീൻ പൊരിച്ചതും. അപ്പോൾ അതാ നെയ്ച്ചോറ് ഇവിടെ ആയിക്കണു. പിന്നെ അതാ ചെമ്മീൻ പൊരിച്ചത് നമ്മളിങ്ങനെ പാത്രത്തേക്ക് മാറ്റിക്കണു. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഈ സൂതമീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനിതവിടെ ചട്ടി ഇവിടെ ഒന്നുകൂടി ചൂടായിക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതാ സൂതമീൻ ഇപ്പം ഉമ്മയാണ് കേട്ടോ പൊരിക്കണത്. സൂതമീൻ ഇതങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ മജ്ലിസ് നൂറിന് കേട്ടോ നമ്മളിരിക്കണ ക്വാർട്ടേഴ്സിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് കേട്ടോ മദ്രസ വരുന്നത്. പൊന്നും റിച്ചൊക്കെ പഠിക്കണ മദ്രസയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് മജ്ലിസ് നൂറുണ്ട്. അപ്പോൾ പൊന്നു മാറ്റി വന്നിക്കണം കേട്ടോ, ലൈബത മാറ്റി നിൽക്കണു. പൊന്നാണ് കേട്ടോ ഈ പറതിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മജ്ലിസ് നൂറ് പിന്നെ തൻവിത വന്നിക്കണു. അപ്പം ഞാനും ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. പിന്നെ എമ്മി ഇത് അവിടെ മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതാ റിച്ചു ഇതാ ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇരിക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം വരും. ഞങ്ങൾ ആദ്യം പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അതിപ്പോൾ അതാ റിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് ഇല്ല കേട്ടോ, കേട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടേക്കൊരു ബൾബൊക്കെ ഇടണം. അപ്പോൾ അതാ പൊന്നിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. റിച്ച് മുന്നിലും ഇറങ്ങിപ്പോയിക്കണം കേട്ടോ. എല്ലാ മാസവും ഉണ്ടാവണതാണ് മജ്ലിസ് നൂർ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോകലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഇതാ പോണത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതാ ലൈവൊക്കെ മുന്നിലിങ്ങനെ ഇറങ്ങിപ്പോണുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മേലെ ഇരിക്കണമല്ല. അപ്പോൾ അവിടെ നിന്ന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. തനി ഇറങ്ങിപ്പോയി. ഞാനിതാ പിന്നിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മജ്ലിസ് നൂർ നമുക്ക് എപ്പോഴും രാത്രിയാണ് കേട്ടോ ഉണ്ടാവല്. അപ്പോൾ ഞങ്ങളിത് മദ്രസയിലെത്തി. വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൈൽ ബാക്കവി കുമരമുത്തോട് അവരുടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായി അള്ളാഹുവേ